നഗരസഭയുടെ വിവിധ അനാസ്ഥകൾക്കെതിരെ വ്യാപാരി വ്യവസായി സമിതി 23-ാം തീയതി നഗരസഭാ ഓഫീസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തും. ബസ് സ്റ്റാൻഡ് അടക്കമുള്ള മേഖലകളിലെ വിവിധങ്ങളായ പ്രതിസന്ധികൾക്ക് നേരെ നഗരസഭാ അധികൃതർ മുഖം തിരിക്കുന്ന സമീപനങ്ങൾക്ക് നേരെയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ കോംപ്ലക്സിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ, അതായത് കുടിവെള്ളം അടക്കമുള്ള ശുചിമുറി അടക്കമുള്ള സംവിധാനങ്ങളുടെ പോരായ്മ, അതുപോലെ ചോർന്നൊലിക്കുന്ന കെട്ടിടമായിട്ട് മാറിയിരിക്കുന്നു. ഒരു സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായിട്ട് കട്ടപ്പന നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് മാറിയിരിക്കുകയാണ്. ജൈവമാലിന്യം നീക്കം ചെയ്യുന്നതിന് യാതൊരുവിധ സമയത്തിന്റെ ക്രമങ്ങളും ഇല്ലാതെ, നമുക്കറിയാം ഈ മഴക്കാലത്ത് മാരകമായിട്ടുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന ഈ സമയത്ത് യാതൊരു നിയമങ്ങളും പാലിക്കാതെ കട്ടപ്പനയുടെ ആരോഗ്യ വിഭാഗത്തിന്റെ യാതൊരുവിധ പരിശോധനകളോ യാതൊരുവിധ ശ്രദ്ധകളോ ഇല്ലാതെ ഹോട്ടലിലെ വേസ്റ്റുകളടക്കം, അതും പഴകിയത് വേസ്റ്റുകളടക്കം ഉച്ചയ്ക്ക് ശേഷമുള്ള ജനങ്ങളുടെ ടൗണിലോട്ട് എത്തിച്ചേരുന്ന സമയം, ആ സമയത്ത് ഒരു ജനബാധിതയുള്ള സമയത്ത് യാതൊരുവിധ നിയമങ്ങളും പാലിക്കാതെ ആ വാഹനം, ഈ മാലിന്യം നീക്കം ചെയ്യുന്ന വാഹനങ്ങൾ പോകുന്ന അവസ്ഥയുണ്ട്. വൻ അഴിമതിയുടെ ഒരു കൂമ്പാരമായിരുന്നു ഈ ജൈവ മാലിന്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വ്യാപാര സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് ഞാൻ പറയാം, മർച്ചന്റ് അസോസിയേഷൻ കുറെ വ്യാപാരികളെ വിട്ടുകൊടുക്കുന്ന രീതിയിൽ നഗരസഭയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകളിൽ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ഇവിടുത്തെ വ്യാപാര സമൂഹത്തെ ഒന്നാകെ വിട്ടുകൊടുത്ത് നടപടിയാക്കിയതാണ് ഇവിടുത്തെ ജൈവമാലിന്യ നീക്കവുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ കെട്ടിടങ്ങളുടെ ചോർച്ചയും കുടിവെള്ളം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയും ചൂണ്ടിക്കാണിച്ച് നിരവധി നിവേദനങ്ങളാണ് നഗരസഭയ്ക്ക് മുൻപാകെ വ്യാപാരി വ്യവസായി സമിതി അടക്കം നൽകിയിട്ടുള്ളത്. ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ സാമൂഹ്യ വിരുദ്ധ സംഘങ്ങൾ വളർന്നു വരുന്നു. ഇതുവഴി ഉണ്ടാകുന്ന മോഷണങ്ങളും മോഷണശ്രമങ്ങളും ഉണ്ടാകുന്നു. ഒപ്പം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാർക്ക് യാതൊരു സുരക്ഷയുമില്ല. വേണ്ടത്ര വെളിച്ച സംവിധാനവും സെക്യൂരിറ്റിയും ഇല്ലാത്തതും പ്രതിസന്ധിയാണ്. ഇതെല്ലാം കാണിച്ച നിരവധി തവണയാണ് നഗരസഭ അധികൃതരെ സമീപിച്ചത്. എന്നാൽ നടപടി ഉണ്ടായില്ല. ബസ് സ്റ്റാൻഡിൽ ഭീമകർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് നിരവധി അപകടങ്ങളും ഉണ്ടാക്കിയിട്ടും പരിഹാരത്തിന് നഗരസഭ അധികൃതർ ശ്രമിക്കുന്നില്ല. നഗരസഭ ജൈവമാലിന്യം സ്ഥാപനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നത് വലിയ തുക ഈടാക്കിയാണ്. എന്നാൽ യാതൊരുവിധ സമയക്രമങ്ങളും പാലിക്കാതെയാണ് മാലിന്യം ശേഖരിക്കുന്നത്. അതിനൊപ്പം വ്യാപാര സ്ഥാപനങ്ങളിൽ ജനങ്ങൾ കൂടുതലായി എത്തുന്ന സമയത്താണ് ദുർഗന്ധം വമിക്കുന്ന വാഹനവുമായി ഉച്ചയ്ക്ക് ശേഷവും മാലിന്യം ശേഖരിക്കാൻ ഇവർ എത്തുന്നത്. അതിനൊപ്പം മാർക്കറ്റിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ചോർച്ചയുള്ളത് ചൂണ്ടിക്കാണിച്ചെങ്കിലും പരിഹാരമുണ്ടായിട്ടില്ല. മർച്ചന്റ് അസോസിയേഷനെ കൂട്ടുപിടിച്ച് ഏതാനും തൽപര കക്ഷികളായ വ്യാപാരികളെ സഹായിക്കുന്നതിനും മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന നിലപാടുമാണ് നഗരസഭ കാണിക്കുന്നത്. വിവിധങ്ങളായ പ്രതിസന്ധികളോട് മുഖം തിരിക്കുന്ന നഗരസഭയുടെ ധിക്കാരപരമായ നിലപാടിനെതിരെ വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ 23-ാം തീയതി വ്യാപാരികളെ അണിനിരത്തിക്കൊണ്ട് നഗരസഭാ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്താനാണ് നേതാക്കളുടെ തീരുമാനം. വാർത്താസമ്മേളനത്തിൽ മജീഷ് ജേക്കബ്, GS ഷിനോജ്, MR അയ്യപ്പൻകുട്ടി, ആൽവിൻ തോമസ്, DJ കുഞ്ഞുമോൻ, PB സുരേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.